ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ മൂവിയിലേക്ക് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി ഒരു തമിഴ് മൂവിയാണ് വിടാമുയർച്ചി എന്നാണ് ചിത്രത്തിൻ്റെ പേര്. തമിഴ് തിരുമേനിയാണ് ഡയറക്ഷൻ, മ്യൂസിക് അനിരുദ്ധാണ്. ലേക്ക പ്രൊഡക്ഷൻ സുഭകിരം ചേർന്നാണ് നിർമ്മാണം. കാശി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം തല അജിത് അല്ലെങ്കിൽ അജിത് കുമാർ, തൃഷ കൃഷ്ണൻ, അർജുൻ സർജ തുടങ്ങിയ പ്രധാനമായും കാശിങ്ങായി വന്നിട്ടുള്ളത്. വിടാമുയർച്ചിയെ കുറിച്ച് പറയുമ്പോൾ 1997 റിലീസ് ചെയ്തിട്ടുള്ള ഒരു അമേരിക്കൻ ഫിലിമായിരുന്നു ബ്രേക്ക് ഡൗൺ. അതിൻ്റെ നേരെ ഒരു റീമേക്ക് എന്ന് കേൾക്കപ്പെടുന്നുണ്ട്. അതുമാത്രമല്ല വേറെ ഒരു ഇംഗ്ലീഷ് പടവും അതിൻ്റെ റീമേക്കും സെക്കൻഡ് ഹാഫിലോട്ടും പറയുന്നുണ്ട്. പക്ഷേ രണ്ട് ചിത്രത്തിൻ്റെയും ഇംഗ്ലീഷ് പടം കാണാത്തതുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും ആ പടത്തെക്കുറിച്ച് അറിയില്ല. നമ്മൾ നേരെ വിടാമുയർച്ചിയെ കുറിച്ച് പറയുമ്പോൾ ഈ ബ്രേക്ക് ഡൗൺ, അതായത് ബ്രേക്ക് ഡൗണുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അത് മുന്നോട്ട് പോകുന്നത് ഒരു ഹൈവേയിൽ വെച്ച് ഒരു മാൻ മിസ്സിംഗ് കേസും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കഥ മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിലായിട്ട് മുമ്പായിട്ടൊരു കാര്യം പറയാൻ പറ്റും. നമ്മൾ പ്രണയിച്ച് കല്യാണം കഴിച്ചവർ അല്ലെങ്കിൽ വീട്ടുകാർ കല്യാണം കഴിച്ചവർക്കാണെങ്കിൽ പോലും ആദ്യമൊക്കെ ജീവിതത്തിൻ്റെ കുറച്ച് നാളുകളൊക്കെ പ്രണയിക്കുന്നവരാണെങ്കിൽ ഒരുപാട് നാൾ ഫോണിൽ സംസാരിക്കും. കല്യാണത്തിന് ശേഷം പിന്നെ കാരണം ആ സമയത്തൊന്നും സംസാരിക്കാൻ ഉണ്ടാവില്ല, പല തിരക്കുകൾ മൂലം മുന്നോട്ട് പോകുന്നുണ്ടാവും. അപ്പോൾ ചിലർക്ക് വെച്ചെങ്കിൽ എന്താ പറയുക, തൻ്റെ പങ്കാളിയുടെ തിരക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചില വ്യക്തികൾക്ക്. പക്ഷെ മറ്റവർക്ക് എന്താ പറയുക, ആ സമയത്ത് സ്നേഹിച്ച പോലെ ഇപ്പോൾ സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ലൈഫിൽ പുതിയ വ്യക്തികൾ തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നവരാകുമ്പോൾ ഒരു പക്ഷേ അത് ലൈഫിൽ വളരെയധികം എന്താ പറയുക പോരായ്മകൾ സംഭവിക്കും, അല്ലെങ്കിൽ ആ ജീവിതം തന്നെ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ സമയത്താണ് ചില ചേട്ടന്മാർ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളൊക്കെ വന്നിട്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണോ മോളൂസേ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ വരുന്നുണ്ടാവാം. അങ്ങനെ പരിചയപ്പെടുന്നു, അങ്ങനെ പുതിയ റിലേഷനിലേക്ക് മാറുന്നു, അങ്ങനെ ഈ ബന്ധം തകരുന്നു. അങ്ങനെയൊക്കെ ചില ഭാഗത്തൂടെ മുന്നോട്ട് പോകുന്നതാണ് എൻ്റെ സ്റ്റോറിയായിട്ട് മുന്നോട്ട് പോകുന്നത്. ബന്ധം തകരുന്നില്ല, പുതിയൊരു വ്യക്തി ലൈഫിലോട്ട് വരുമ്പോൾ മറ്റൊരു വ്യക്തി, മൂന്നാമത്തെ ഒരു വ്യക്തി പ്രധാനമായിട്ടും അല്ലെങ്കിൽ ആ ജോലി തിരക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും തരുമ്പോഴുള്ള ഒരുപാട് പോരായ്മകൾ കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ ഇടയ്ക്ക് തൻ്റെ ലൈഫിൽ ഈ ട്രെയിനിൽ തന്നെ പറയുന്നുണ്ടാവും അവസാന യാത്ര ഞാനും നീയും ഒരുമിച്ചെന്നും. അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു യാത്രയ്ക്കിടയിൽ വണ്ടി ബ്രേക്ക് ഡൗൺ ആവുന്നു, ഒരു മാൻ മിസ്സിംഗ് കേസ് ഉണ്ടാവുന്നു. അത് അന്വേഷിച്ച് നടക്കുന്നതാണ് കഥ മുന്നോട്ട് പോകുന്നത്. ആ കൂട്ട് വ്യക്തമായിട്ട് പറഞ്ഞ 2 പാട്ടുകളാണ് ഇതിലുള്ളൂ. അത് ഫസ്റ്റ് ഹാഫിൽ വരുന്ന ഒരു പാട്ടുണ്ട്, അതിനുശേഷം സെക്കൻഡ് ഹാഫിലോട്ടും ഒരു പാട്ട് വരുന്നുണ്ട്. പാട്ട് അത്യാവശ്യം സോങ്സ് അത്യാവശ്യം നല്ല ക്വാളിറ്റി വൈസ് എടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ കൂട്ടിൻ്റെ ഒരിക്കലും പോരാമായ തിരക്കഥ വയസ്സായിരുന്നു. കഥ ഒട്ടും തന്നെ മുന്നോട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ പിടിച്ചിരുത്താനുള്ള പല സീൻസ് പോലും പടത്തിലുമില്ല. കാരണം ഒരു തല അജിത് കുമാർ ഫിലിം കാണുമ്പോഴുള്ള യാതൊരു ഇമ്പാക്റ്റോ ഒന്നുമില്ല. മുന്നേ തന്നെ ഡയറക്ടർ പറഞ്ഞിരുന്നു ഇത് സാധാരണ ഒരു ഫിലിമാണ്, പക്ഷെ അത് നിങ്ങൾ പിടിച്ചെത്താൻ ശ്രമിക്കുന്നു. ആ പിടിച്ചെത്തൽ മാത്രം ഉണ്ടായിരുന്നില്ല. ഒരു ഫിലിം കാണുന്ന ഒരു പ്രതിനിധി ഏകദേശം ഒരു 40% വിജയിച്ചെന്ന് എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. കാരണം വേണമെന്നല്ല, തിരക്കഥ വളരെ വീക്കായിട്ടാണ് കഥ മുന്നോട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫസ്റ്റ് ഹാഫിലോട്ടുള്ള ആ ഇൻ്റർവെൽ തൊട്ടുമുള്ള കുറച്ച് സീൻസൊക്കെ ഉണ്ട്, വളരെ നൈസായിട്ട് തോന്നി. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് നമ്മൾ ഒരുപാട് പ്രതീക്ഷ കൈവച്ചിട്ടായിരിക്കാം വീണ്ടും തിയേറ്ററിയുടെ അകത്തോട്ട് കയറുന്നുണ്ടാവുക. പക്ഷെ ആ പ്രതീക്ഷ എല്ലാം ഒരു അപ്രതീക്ഷിതമായി അസ്തമിച്ച അവസ്ഥയായിരുന്നു ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം ഇതിൻ്റെ ക്ലൈമാക്സ് സ്റ്റോറി എവിടെ കൊണ്ട് നിർത്തണം എന്നുള്ള ഒരു ചിന്താഗതി ഇല്ലാതെ എവിടെയൊക്കെ വണ്ടി പോകുന്ന പോലെ അവിടെയും ഇവിടെയും തട്ടിയിട്ടൊക്കെ ഒരു വിധത്തിൽ ക്ലോസ് ചെയ്ത അവസ്ഥ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫിലോട്ട് വരുമ്പോൾ ഇതിലൊരു കാർ 2 പേരും യാത്ര ചെയ്യുന്ന ഭാഗത്ത് ഒരു സോങ് വരുന്നുണ്ട്. അത് അത്യാവശ്യം റിപ്പീറ്റ് പോലുള്ള സോങ്ങായി ഭാവിയിൽ മാറാൻ ചാൻസ് ഉണ്ട്. എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വില്ലന്മാർ ഇൻട്രോക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. യാതൊരു ഇമ്പാക്റ്റോ യാതൊരു ഗുണമേന്മയോ ഒരു വ്യക്തിയിൽ പോലും എനിക്ക് തോന്നുന്നില്ല. എന്നിട്ട് തല അജിത് കുമാർ അല്ലെങ്കിൽ അജിത് കുമാറിനെ കുറിച്ച് പറയുമ്പോൾ ആ വ്യക്തിയെ കൊണ്ട് എന്തോ നിർബന്ധിച്ച് അഭിനയിപ്പിച്ച പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷെ യാതൊരു തരത്തിലുള്ള ഒരു അജിത് കുമാർ ഫിലിം കാണുന്ന ഒരു ഫീലിങ്ങോ അല്ലെങ്കിൽ നടൻ എന്ന് പറയുന്ന രീതിയിൽ കാണുന്നുള്ള ഒട്ടും തന്നെ ഇമ്പാക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം കോസ്റ്റ്യൂം തൊട്ട് പ്രകടനം വരുമ്പോൾ ബോറായിട്ട് എനിക്ക് ഒരു അവസ്ഥ എനിക്ക് തോന്നുന്നത്, ശോകം പിടിച്ച ഒരവസ്ഥ. തൃശ്ശാകൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ അവരെന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നുണ്ട്, എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. സ്ഥിരം പടത്തിൽ കാണിക്കുന്ന പോലെ തന്നെ അതേ ഒരു എക്സ്പ്രഷൻ, ഒരു നിരാശ ബാധിച്ച ഒരു മുഖത്തൂടെയാണ് അവർ തുടക്കം തൊട്ട് കൊടുക്കുന്ന ഈ പടത്തിൻ്റെ മുമ്പിലോട്ട് പോകുന്നത്. ഒരു എക്സ്പ്രഷൻ ഈ ഫോണും ചെയ്തു വയ്ക്കുന്നു, കാറിനകത്ത് കയറുന്നു, യാത്ര ചെയ്യുന്നു, ഉറങ്ങുന്നു, ഇരിക്കുന്നു. ഈ പരിപാടിക്കാണ് മുന്നോട്ട് പോകുന്നത്. ഇതിൽ ആ കുട്ടി ബാറ്റ് എന്ന് പറയാൻ അർജുൻ അവതരിപ്പിച്ച ഒരു കഥാപാത്രമുണ്ട്, അർജുൻ സർജ അവതരിപ്പിച്ച ഒരു കഥാപാത്രം. അദ്ദേഹത്തിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം ഒരു കൊള്ളാമെന്ന് എനിക്ക് തോന്നി. ഒരു പരിധി വരെ മനപ്പുറത്തോട്ട് കൈവിട്ട് പോയപ്പോൾ ദുരന്തം ലെവലിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ഭാഗം എനിക്ക് തോന്നിയിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ റെജീന കാസ്ട്രാഡോ എന്ന് പറയുന്ന ഒരു നടിയുണ്ട്, തമിഴ് നടി തന്നെയാണ്.
അവരും അത്യാവശ്യം തരക്കേട് ഇല്ലാത്തതാണ് ചെയ്തിട്ട്. എനിക്ക് തോന്നുന്നു വളരെയധികം കാസ്റ്റിങ് കുറവായിട്ടുള്ള ഒരു ഫലം വേണമെങ്കിൽ ഇത്ര വലിയ താരനില ഉണ്ടായിട്ട് പോലും ഇടാമരിച്ചിട്ടുണ്ട്. പിന്നെ ആ സിറ്റുവേഷൻസും അല്ലെങ്കിൽ എന്താ പറയുക, ആ സീൻ ബൈ സീൻസും കാര്യങ്ങളെല്ലാം ഒരു ഓക്കെ ലെവൽ തന്നെയാണ്. പറഞ്ഞ് മനസ്സിലാകാൻ ശ്രമിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ത്രില്ലിംഗ് ആയി കൊണ്ടുവരുന്ന ഭാഗത്തേക്ക് അവിടെ കുറച്ച് ഇമോഷൻസും എല്ലാം കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. പക്ഷെ യാതൊരു വിധത്തിലുള്ള ആ ഇമോഷൻസ് കാണുന്ന പ്രേക്ഷകനിലേക്ക് കണ്ടു ചെയ്യാൻ സാധിച്ചില്ല. ഒരു 0% പോലും എന്നാണ് കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. എൻ്റെ അഭിപ്രായമാണ്. അതാണ് ഏറ്റവും വലിയ പോരായ്മ. ഇമോഷൻസ് ആണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക ലവ് സീൻസ് ആണെങ്കിലും ഒരു ഫീലിംഗ് ഒട്ടും തന്നെ ഒരു കാണുന്ന പ്രേക്ഷകരിലേക്ക് ഒരു കണ്ടിന്യൂറ്റി തോന്നണം. ഏതൊരു പടം കണ്ടാലും ആ ഒരു കണ്ടിന്യൂറ്റി ഇതിൽ കാണാൻ സാധിച്ചിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു കണ്ടിന്യൂറ്റി കിട്ടാത്തതുകൊണ്ട് തന്നെ വളരെയധികം പോരായ്മ തന്നെയാണ് പല പല ഭാഗത്തും എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിലൊരു ആശ്വാസകരമായി എനിക്ക് തോന്നുന്നു അനിരുദ്ധ് എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടറുടെ അസാധ്യമായിട്ടുള്ള ഒരു കഴിവ് പടത്തിൻ്റെ പല ഭാഗത്തും പിടിച്ചിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് ഒരു പാട്ട് ഇറങ്ങിയിരുന്നു. പക്ഷെ ആ സോങ് ഉണ്ടല്ലോ, ആ ഒരു സോങ് ഇറങ്ങിയ സമയത്തും അത്യാവശ്യം പാട്ടിൽ കിട്ടിയിട്ടുള്ളൊരു ഫീൽ ഇതിലെടുത്ത് കാണിക്കുന്നതിന് അദ്ദേഹം അന്വേഷിച്ചിറക്കുന്ന ഭാഗമാണെങ്കിലും കാണിക്കുന്നുണ്ട്. ഫൈറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ യാതൊരു ഗുണമേന്മയും ഇല്ലാത്ത ഒരു കുറേ ചവറുവാരി കിട്ടുന്ന ഒരു ഫൈറ്റ്സിന് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതിൽ ഒരു ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പായിട്ട് ഒരു ഫൈറ്റ് സീൻ ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് ഒരു കാറിൽ വെച്ചിട്ട് അത് അത്യാവശ്യം കൊള്ളാമായിരുന്നു. അതുപോലെ ക്ലൈമാക്സിൽ വരുന്ന ചെറിയ ചെറിയ ഫൈറ്റ്സൊക്കെ. ഇതിൽ 2 വ്യക്തികളുണ്ട്. ഇതിൽ മെയിൻ വില്ലനും അതുപോലെ നമ്മുടെ കഥാനായകനും തമ്മിലുള്ള ഫൈറ്റൊക്കെ വൻ കോമഡിയോടെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതിനിടയ്ക്ക് കുറേ സയൻസും റിയാക്ഷനും കുറേ പരിപാടിയൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ യാതൊരു ഗുണമേന്മയോ അവിടെ എവിടെയും ഒന്നും തന്നെ കണ്ടിരുന്നില്ല. ഒരു പടത്തിൽ എല്ലാവരും മത്സരിച്ച് ഉറങ്ങിയിട്ട് അഭിനയിക്കുന്ന കണ്ടിട്ടുള്ള പടം ഇതായിരിക്കും. കാരണം ആർക്കും ഒരു എനർജിയും ഇല്ല. ഒരു ഇംഗ്ലീഷ് പടം കാണുന്ന പ്രതിനിധിയിലൊക്കെയാണ് കോസ്റ്റ്യൂംസൊക്കെ കാര്യങ്ങളൊക്കെ ഡയറക്ഷൻ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളത്. പക്ഷേ ആ ഒരു ക്വാളിറ്റി തിരക്കഥയിലുണ്ടായിരുന്നില്ല എന്നാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ അടിച്ച് മാറ്റിയ തിരക്കഥ നമ്മളെ പ്രധാനമായിട്ടും എന്താ പറയുക, എന്തെങ്കിലും ചെറിയൊരു മാറ്റം വരുത്തണം, ഇൻട്രസ്റ്റിംഗ് ആയി തോന്നണം. കാരണം ഇത് 2025 1997 കാലഘട്ടം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഒരു അടിച്ചു മാറ്റിയുള്ള ഒരു തിരക്കഥയാണെങ്കിൽ അതിലെന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ പുതിയൊരു മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ തന്നെ മാറ്റങ്ങൾക്ക് പാതിരാട് കൊണ്ടുവരാണ്. അതിൻ്റെ ഇടയ്ക്ക് ക്യാമറയും കാര്യങ്ങളും കോസ്റ്റ്യൂമൊക്കെ പുതിയതും അതുപോലെ തന്നെ അതിലിട്ടിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഉപ്പുമാങ്ങ പഴയ ഉപ്പും പിടിച്ചിട്ടുള്ള ഒരു അവസ്ഥയാണ് കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അതാണ് പടത്തിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ എനിക്ക് തോന്നുന്നു. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് വേറെ എടുത്ത് പറയാനുള്ള കാര്യങ്ങളൊന്നുമില്ല. മിക്ക ഒരു തമിഴ് പടത്തിൻ്റെയും ഏറ്റവും വലിയ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പണ്ടത്തെ പടത്തിലൊക്കെ കണ്ട് കാര്യം ശ്രമിക്കും. ഒരു അന്യഭാഷ നാട്ടിലെ ചവട വ്യക്തികൾ പോലും തമിഴ് സംസാരിക്കുന്ന ഭാഗമായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട്. ഇതിൽ നിന്നല്ല ചില ഫിലിമിലൊക്കെ. പക്ഷെ ഇതിൽ കുറച്ച് മാറ്റം വരുത്തിയിട്ട് അവിടുത്തെ ആൾക്കാർ എന്താണ് ആ ഭാഷ തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷേ നമ്മുടെ കഥാനായകൻ ഇതിൽ പറയുന്നുണ്ട് എൻ്റെ മനൈവി അല്ലെങ്കിൽ എൻ്റെ വൈഫ് നല്ല മനൈവിയെ കാണുന്നില്ലടാന്നൊക്കെ പറയുന്നുണ്ട് ആ വ്യക്തിയോട്. അതൊക്കെ അങ്ങനെ ഒരു കോമഡി ആയിട്ട് തോന്നിയില്ല. പക്ഷെ അദ്ദേഹം നല്ല ഇമോഷണലായിട്ട് പറയുന്ന ഭാഗമായിട്ടാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. പക്ഷേ ആ ഇമോഷണലിറ്റി ആ കണ്ടിന്യൂറ്റി ഒന്നും തന്നെ പടത്തിലില്ല. പിന്നെ അവസാന ഭാഗത്ത് കുറേ ആക്ഷൻസും കാര്യങ്ങളൊക്കെ തട്ടിക്കൂട്ടി എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാണ് കാണപ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നിയത്. എനിക്ക് വിടാമർച്ചയെക്കുറിച്ച് പറയുമ്പോൾ എങ്ങനെയും ജീവൻ തിരിച്ച് കിട്ടിയാൽ മതി എന്നായിരുന്നു എൻ്റെ അഭിപ്രായം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പടം വിട്ട് ഇറങ്ങിയത്. അത് തന്നെ വലിയൊരു ആശ്വാസകരമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് 2025 ഇവിടെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഈ അടിച്ചു മാറ്റുന്ന തിരക്കഥയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അടിച്ചു മാറ്റിയാൽ കുറച്ചും കൂടി കാണുന്ന പ്രേക്ഷകർക്ക് ഇൻട്രസ്റ്റിംഗ് ആവുന്നതാണ് എൻ്റെ അഭിപ്രായം. അത് തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഒരു ബിലോ ഏവറേജ് അനുഭവമായിട്ടാണ് എനിക്ക് വിടാമർച്ചി തോന്നിയിട്ടുള്ളൂ. എൻ്റെ മാത്രം അഭിപ്രായമാണ്. അത് അഭിപ്രായം തന്നെയാണ് നിങ്ങൾക്കെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും മറ്റൊരു ചിത്രം റിവ്യൂമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അതായിരിക്കും ബൈ ഫ്രണ്ട്സ്.